എടുത്തത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തെ മാൾ ഓഫ് ട്രാവങ്കൂറിലാണ് കേട്ടോ. അപ്പൊ മാൾ ഓഫ് ട്രാവങ്കൂറിൽ ഞാൻ ഒത്തിരി അങ്ങനെ വന്നിട്ടില്ല. സെക്കൻഡ് ടൈം എന്തോ ആണ് ഞാനിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇവിടത്തെയാണ് കേട്ടോ. അപ്പൊ കാണാം ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മാൾ ഓഫ് ട്രാവങ്കൂറിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫെസ്റ്റ് നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് ഫെസ്റ്റ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഫെസ്റ്റിലോട്ടാണ് ആദ്യം ഞാൻ ചെന്നത്. അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ളൊരു ഫെസ്റ്റായിരുന്നു. അതായത് നമ്മുടെ ഓണത്തിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മാലകൾ, വളകൾ, ഡ്രസ്സ് ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോരോ പേജസിൽ അല്ലെങ്കിൽ ഓരോരോ ഷോപ്സിലെ ആൾക്കാരാണ് ഇവിടെ വന്ന് ഫെസ്റ്റിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൽ നമുക്ക് ഹോം മെയ്ഡ് അച്ചാറുകൾ അങ്ങനത്തേൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓണം ആ ഒരു ഫെസ്റ്റീവിൻ്റെ ഇത് തന്നെയാണ്. അതിൽ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ്, കുർത്താസ്, പിന്നെ സാരീസ്, പ്രിൻറ്റഡിലൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ നിന്ന് തപ്പിയെടുത്ത ഒരു ഐറ്റമാണ് ഈ ഒരു പച്ച കളറിലെ കുർത്ത സെറ്റ്. ഭയങ്കര അടിപൊളി കുർത്ത സെറ്റായിരുന്നു. എൻ്റെ സൈസായിരുന്നു കേട്ടോ. സൈസ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ലാസ്റ്റ് ഡേ ആണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് ഏകദേശം സാധനങ്ങളൊക്കെ സോൾഡ് ഔട്ടായി. അപ്പോൾ ബാക്കി സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഹാൻഡ് ബാഗ്സിൻ്റെയൊക്കെ അടിപൊളി കളക്ഷനായിരുന്നു. എല്ലാവരും നല്ല ഇതായിരുന്നു കേട്ടോ. നല്ല കമ്പനിയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ്, അതിൻ്റെ വില, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം കമ്മൽസൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ആൻറ്റിക് ജ്വല്ലറി അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രിൻറ്റഡ്, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രിൻറ്റ് വരുന്നില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ഞാൻ ഒരുപാട് കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കൻകാരി കുർത്തയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മൽക്കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ന് വേണ്ട ഒരു വെറൈറ്റി അടിപൊളി ഭയങ്കര രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നുന്നൊരു ഓണം വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു സെക്ഷനിലാണെങ്കിൽ ഇങ്ങനത്തെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സാരീസ് കണ്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ സൈഡിൽ പട്ടിൻ്റെ ബോർഡർ വരുന്ന വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, അതിൽ തന്നെ പല പാറ്റേൺസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുർത്തകൾ, നമ്മുടെ ഫെസ്റ്റിവൽസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുർത്തകൾ, നോർമൽ നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന കുർത്താസ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. കുറേ നല്ല കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. നല്ല നമുക്ക് വർത്തായിട്ടുള്ളൊരു ഷോയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ മേളിലോട്ട് ചെന്ന്. മേളിലാണെങ്കിൽ കുറേ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും MOT വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലാ കടകളും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മേളിലോട്ട് നേരെ കയറി ചെന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിലാണ്. മാൾ ഓഫ് ട്രാവങ്കൂറിലെ സ്റ്റുഡിയോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടോക്കാം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ പോയിട്ടുള്ള കുറേ സ്റ്റുഡിയോസിനെ വെച്ച് നോക്കുമ്പം MOTയിലെ സ്റ്റുഡിയോയിൽ കുറേയും കൂടി എക്സ്ട്രാ ഓഫേഴ്സ് അവൈലബിൾ ആയിരുന്നു. അതായത് സെയിലിന് വേണ്ടിയിട്ട് കുറേ പ്രോഡക്റ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജെൻസിൻ്റെ കളക്ഷൻസ് നോക്കുവാണെങ്കിൽ ഷർട്ട്, പാൻറ്റ്, ടീഷർട്ട് അങ്ങനെ ഐറ്റംസൊക്കെ റേറ്റ് കുറവിൽ ഇവിടെ ഇട്ടേക്കുമായിരുന്നു. 399 മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ലേഡീസിൻ്റെ ഷൂസ്, ചെപ്പൽസിനൊക്കെ ആണെങ്കിൽ 399 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട്. അതുപോലെ കുറേ ഓഫേഴ്സ് ഉള്ള സാധനങ്ങളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. കൂടുതലും ക്രോപ്പ് ടോപ്സ് ആണ് കേട്ടോ. കറക്റ്റ് എൻ്റെ അളവിലുള്ള ഒരു സാധനം എനിക്ക് വേണ്ടി മാറ്റിയിട്ടിരുന്ന പോലെ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഓഫർ സെക്ഷനിലാണെങ്കിൽ നമ്മുടെ ക്രോപ്പ് ടോപ്സൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ടോപ്സിനൊക്കെ 399 ആണ് റേറ്റ് വരുന്നത്. 399 മാത്രമല്ല 299, അതുപോലെ 199 ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ബ്രൗൺ ടോപ്പിന് 299 ആണ് റേറ്റ് വരുന്നത്. മാത്രമല്ല ഇവിടെ ആണെങ്കിൽ കുറച്ച് നമുക്ക് ഫെസ്റ്റിവൽസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കുറച്ച് കുർത്താസ് അങ്ങനത്തെ സെറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ കുർത്ത സെറ്റൊക്കെ ആണെങ്കിൽ 299, 399 റേറ്റ് തന്നെയായിരുന്നു. അത് ഏതെങ്കിലും എൻ്റെ സൈസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ സൈസ് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ വരുവാണെങ്കിൽ നമ്മുടെ നോർമലി ഡെയിലി വെയർ ആയിട്ടുള്ള ചെരുപ്പുകൾ അതെല്ലാം നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം കുറച്ചും കൂടി MOTയിലെ സ്റ്റുഡിയോ കുറച്ചും കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നേരെ പോയ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. അവനൊരു പെർഫ്യൂമിൻ്റെ ബ്രാൻഡിലാണ്. അപ്പോൾ അവനെ കണ്ടു, കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. താല്പര്യമില്ല, അതുകൊണ്ട് അവനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അവൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ എടുത്ത് കഴിയുന്നത് എല്ലാ വിറ്റയുടെ സൂപ്പർ സാധനം.
close. I read your silence louder than most. One day you're warm, the next day you're cold. Got me. നമ്മളിപ്പോൾ താഴെ വെസ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. വെസ്റ്റ് സൈഡിൽ എന്തൊക്കെ കളക്ഷൻസ് ഉണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ് നമ്മുടെ വെസ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ MOTയിലെ എല്ലാ കടകളും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വെസ്റ്റ് സൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കളക്ഷൻസ് നല്ല കൊള്ളായിരുന്നു, പിന്നെ റേറ്റും അഫോർഡബിൾ ആയിരുന്നു, സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ സെയിലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നല്ല പ്രോഡക്റ്റ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ഐറ്റംസ് വെസ്റ്റ് സൈഡിൽ ഇഷ്ടപ്പെട്ടു. കളക്ഷൻസ് എല്ലാം നല്ല പുതിയ കളക്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ വെസ്റ്റ് സൈഡിലെ MOTയിൽ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഇവിടുത്തെ കളക്ഷൻസൊക്കെ ജെൻസിനും നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. എത്നിക് വെയേഴ്സൊക്കെ ഭയങ്കര ഒരു പേസ്റ്റൽ കളേഴ്സും അതുപോലെ തന്നെ വൈബ്രൻറ്റ് കളേഴ്സും ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് അത് ചൂസ് ചെയ്യാനും, വൈബ്രൻ്റ് ആയിട്ടുള്ള, അതായത് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളവർക്ക് അങ്ങനത്തെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഡ്രസ്സസൊക്കെ ആണെങ്കിൽ അടിപൊളി റേഞ്ചായിരുന്നു. ഇവിടുത്തെ കളക്ഷൻസ് അടിപൊളിയായിരുന്നു. കുർത്ത സെറ്റ്സ് അതെല്ലാം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രസ്സസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സസ്സാണ്. ഈ ഒരു ബ്ലാക്ക് കുർത്ത ഇതെല്ലാം ഭയങ്കര എനിക്ക് അതായത് നമ്മുടെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നത്തില്ലേ, അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട കളക്ഷൻസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേട്ടോ, ഓറഞ്ച് കുറേ ദിവസമായിട്ട് ഞാൻ തപ്പി കിടക്കുന്നതായിരുന്നു. 1499 രൂപയ്ക്ക് പക്ഷേ ഇത് സെറ്റ് പീസ് ഒരു പീസ് സെറ്റ് മോഡൽ. You say you need your space, then pull me close. I read your silence louder than most. One day you're warm, the next day you're cold. Got me second guessing what I already know. I give you love, but you ration yours. You open up just to close the door, just to close the door. I stay up late trying to read your mind. I can't read your mind. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നടക്കുന്ന വഴിയിലാണ് ഞാനാണെങ്കിൽ വാൽഗ്വേയിൽ ഈ ഒരു ഓഫർ കണ്ടത്. ഷൂസിനെല്ലാം 70% ഓഫറാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയ സമയത്ത് ഈ കാണുന്ന ഷൂസിനെല്ലാം 70% ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മളിതിൻ്റെ അകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള സാധനം. സ്റ്റോക്ക് ക്ലിയറൻസ് പോലെയാണ് അവരിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ MOTയിലെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്നു കാണുന്നു തോന്നുന്നു.